Hi friends, welcome back to Techinol. കുറേ കാലത്തിന് ശേഷമാണ് ഗൈസ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഒന്ന് സെറ്റ് ഒരു വീഡിയോ, അടിപൊളി വീഡിയോ ആണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളവർക്കും ഒരു പറ്റിയ വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു വിത്തിൻ 5 days ഹൗ ക്യാൻ വി ഗെറ്റ് മോർ സബ്സ്ക്രൈബേഴ്സ് ഇൻ അവർ യൂട്യൂബ് അക്കൗണ്ട്. അതാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു അനലറ്റിക്സ് എടുത്താൽ ജസ്റ്റ് ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടുന്നതുകൊണ്ട് ഇതിൽ കാണാം എത്ര വ്യൂസ് കിട്ടി, എത്ര വാച്ച് ടൈം, എത്ര സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ അടിയിലേക്ക് പോയാൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് നമ്മൾ കോണ്ടന്റ് എടുക്കാം. കോണ്ടന്റ് എടുക്കാം. ഓക്കെ, കോണ്ടന്റ് എടുത്തതിന് ശേഷം ടോപ്പ് വീഡിയോസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ അടിയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അടിയിലേക്ക് ഇങ്ങനെ പോയാൽ മതി. സെയിം പോലെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഗ്രാഫായിട്ടും അതായത് ഇങ്ങനെയും കാണാൻ പറ്റും, മറ്റേ സിമ്പിളായിട്ട് രീതിയിലും കാണാൻ പറ്റും. ജസ്റ്റ് സിമ്പിളായിട്ട് നോക്കാം. അതിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ വ്യൂഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ ആൾക്കാരും കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഞാനിട്ടൊരു അൺബോക്സിങ് വാച്ചിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു അടിപൊളി വാച്ചായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ് കൊടുക്കാം. ഇപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ വരും. അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ റിവ്യൂ കാണാൻ എൻ്റെ ചാനലിൽ കൂടുതൽ വ്യൂസ് കിട്ടിയത്. സോ അപ്പോൾ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതലായിട്ടും ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു 1 2 3 4 5 6 5 വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും വ്യൂസ് കിട്ടാത്ത, അതായത് തീരെ അധികം കുറച്ച് വ്യൂസ് കിട്ടിയത് അടിയിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം അത്യാവശ്യം വ്യൂസ് കിട്ടിയത് ടോപ്പിൽ തന്നെ ഒന്ന് കാണിച്ചു തരും. അത് ഒരു ഇതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ വരുന്നത് ഈ ഒരു ഫ്ലഡ് ലൈറ്റിൻ്റെ വീഡിയോ ആണ്. ഇതിന് ഇത്ര വ്യൂസ് കിട്ടാൻ ഒരു കാരണം കൂടിയുണ്ട്. ആ കാരണം ഞാൻ അടുത്തതിൻ്റെ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഗൈസ് ഇതിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ ഇതുമാതിരിയുള്ള വീഡിയോസ് നിങ്ങളെ ചാനലിൽ ഏത് വീഡിയോ ആണോ ഏറ്റവും ടോപ്പായിട്ട് ഇത് അനലൈസ് എടുക്കുന്നവരോ വരുന്നത്, കൂടുതൽ വ്യൂസുള്ള വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ആ വീഡിയോ സെൻഡ് ചെയ്യാം. അങ്ങനത്തെ അതുമാതിരിയുള്ളൊരു ടൈപ്പുള്ള വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ആ ചാനൽ സെൻഡ് ചെയ്യാൻ നോക്കിയാൽ കൂടുതൽ വ്യൂസും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആ ചാനലിൽ വരുന്നതായിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഫേസ് റിവീലിംഗ് വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ, ഫേസ് റിവീലിംഗ് വെച്ചാൽ മുഖം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ക്യാമറേൻ്റെ സ്ക്രീനിലേക്കാണ് നോക്കുന്നതെങ്കിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ആയിട്ട് ഇത് കാണുന്നവർക്ക്, ഇത് വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് അത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് തോന്നില്ല. കറക്റ്റ് ക്യാമറേൻ്റെ ഇതിലേക്ക് നോക്കുക. അതായത് ക്യാമറേൻ്റെ ഇതിലേക്ക് നോക്കുക. അത് സ്ക്രീനിലേക്കല്ല, ക്യാമറയിലേക്കല്ല, ക്യാമറയിലേക്ക് നോക്കാം. കറക്റ്റ് ക്യാമറേൻ്റെ ഇതിലേക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് അതൊരു ഇതായിട്ട് തോന്നും. ഡയറക്റ്റ് കോണ്ടാക്റ്റിന് സംസാരിക്കുന്ന പോലെ തന്നെ ഒറിജിനായിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കി സംസാരിക്കുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ കൂടുതലായിട്ട് വ്യൂവേഴ്സിനൊക്കെ പിടിച്ചിരുത്താൻ പറ്റും ആ ചാനലിൽ. അതുമാതിരി വേറൊരു കാര്യം, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോ ക്വാളിറ്റി, അതായത് സൗണ്ട് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, ലൈറ്റിംഗ് ക്വാളിറ്റി, ഇത് മൂന്നും അടിപൊളിയായിരിക്കണം. ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നല്ലൊരു ലൈറ്റ് ക്വാളിറ്റിയും, അതായത് അത്യാവശ്യം വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ നല്ല വീഡിയോ ക്വാളിറ്റി വേണം. എന്നാലേ ആൾക്കാർ കൂടുതലായിട്ട് ചാനൽ കാണുള്ളൂ. തീരെ സൗണ്ട് ക്വാളിറ്റി തീരെ അല്ലെങ്കിൽ ഇത് അങ്ങനെ ആരും കാണൂല. സൗണ്ട് ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോ നല്ലോണം സൗണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല വീഡിയോ ക്വാളിറ്റി. അതായത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നില്ല, ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയൊരു അടിപൊളി ഒരു കിട്ടിന മൈക്കും അടിപൊളി ഒരു ക്യാനോയുടെ ക്യാമറയും അങ്ങനെയൊന്നും വേണമില്ല. ജസ്റ്റ് നല്ല റിംഗ് ലൈറ്റും ഒന്നും വേണമില്ല. അത്യാവശ്യം നല്ലൊരു മൈക്ക്, ഒരു വയർലെസ് മൈക്ക് ആണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. 500 റുപ്പീസിൻ്റെ അടിയിലൊരു വയർലെസ്
വയർലെസ് മൈക്ക്. അങ്ങനെ തന്നെ ക്യാമറ വേണമെന്നില്ല, ഫോൺ തന്നെ ഒരു ഫോണാണെങ്കിൽ ആ ഫോൺ അടിപൊളി ലൈറ്റിംഗ് കൊടുത്താൽ തന്നെ ഫോണിൻ്റെ ക്യാമറ സെറ്റിങ്സിൽ തന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഓപ്പൺ ക്യാമറ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഇതാക്കിയാൽ മതി. വേണമെങ്കിൽ ആപ്പ് ഏതാണെന്ന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആപ്പിൻ്റെ ലിങ്ക്. ആ ആപ്പിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ടുള്ള ക്ലിയറിൽ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഈ മൈക്കിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ മൈക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, പറഞ്ഞല്ല വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അന്നപ്പം അതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രിക്കും സ്റ്റെപ്പും പറയുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കാര്യം പറഞ്ഞു. ഈ ഫ്ലഡ് ലൈറ്റ് അൺബോക്സിൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തത് മീഷോ നമ്മളെ പറ്റിച്ചെന്നൊരു ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വ്യൂസ് വന്നത്. അതായത് മീഷോ പറ്റിക്കുക, എന്താണ് മീഷോ പറ്റിച്ചത്? കൂടുതൽ ആൾക്കാർ മീഷോ ഓർഡർ ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ മീഷോ എന്ന് പറ്റിച്ചു തന്നെങ്കിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ കണ്ടു കണ്ടാണ്. അപ്പോൾ തമ്മിൽ കണ്ട് കണ്ടാണ് ഇത് കൂടുതൽ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കുള്ള ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ് സംഭവിച്ച ആ വീഡിയോയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു തരുന്നത് തമ്മിൽ എന്ന് പറയുന്നത് അടിപൊളി തമ്മിലാണ്. അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ തമ്മിൽ ചെയ്യുന്ന നേരം ഇങ്ങനെ തമ്മിൽ ഞാൻ കൊടുക്കലായിരുന്നു. ഇത് എനിക്ക് അറിയില്ലായിരുന്നു തമ്മിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ ചെയ്യാനൊക്കെ പഠിച്ച് ഓക്കെ തമ്മിൽ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ചില വീഡിയോ എനിക്ക് മടി കാരണം തമ്മിൽ നമ്മൾ ചെയ്തിട്ടില്ല, വേറെ കാര്യം. അപ്പോൾ ഗൈസ് തമ്മിൽ ചെയ്യുന്ന നേരം നല്ലോണം ശ്രദ്ധിക്കുക, അടിപൊളിയായിട്ട് തമ്മിൽ ചെയ്യുക. തമ്മിലാണ് എല്ലാവരും ക്ലിക്ക് ചെയ്യേണ്ടത്. തമ്മിൽ കണ്ടിട്ട് വേണം ആൾക്കാർ ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ്. സോ ഫസ്റ്റ് തമ്മിൽ കാണും. ഫസ്റ്റ് നമ്മളൊരു വീഡിയോ എന്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോണ്ടന്റ് ടൈപ്പ് ചെയ്യുന്നേരം അതിലൊരു സംഭവം കാണും, അതായത് ഒരു വീഡിയോ കാണും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അതുപോലെ വീഡിയോ കാണാൻ തുടങ്ങുന്നില്ല ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് തമ്മിൽ നോക്കി അത് അടിപൊളിയാണെന്ന് തോന്നിയിട്ട് നമ്മൾ ജസ്റ്റ് കാണാൻ തുടങ്ങിയില്ല. ആ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെയ്താൽ ആ വ്യൂവേഴ്സിന് നമുക്ക് ആയി തന്നെ പിടിച്ചിട്ടാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ തമ്മിൽ മുന്നിൽ നിങ്ങൾ കണ്ടാൽ മതി 5 ദിവസത്തിനോടൊന്നും ഒരിക്കലും യൂട്യൂബ് ചാനൽ 100, 110, 200, 400 ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരിക്കലും ആകാനാവില്ല. ഞാൻ വെറുതെ നിങ്ങളും ക്ലിക്ക് ചെയ്തോട്ടെ എടുത്താണ് ഗൈസ്, സോറി. അതാണ് ഒരു വേറെ ട്രിക്ക് എന്ന് പറയുന്നത്. അതാണ് ഇതുമാതിരി ജസ്റ്റ് തമ്മിൽ കുറച്ച് ഇതാക്കി കൊടുത്താൽ കൂടുതൽ ക്ലിക്കോ കൂടുതൽ ആൾക്കാർ കാണുകയോ ചെയ്യും. അപ്പോൾ ഗൈസ് എനിക്കിങ്ങനെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അവർ ഇത് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പകുതി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചാനൽ കാണുന്നത്. പകുതി ആൾക്കാരും തീരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്, കൂടുതൽ ആൾക്കാരും കാണുന്നത്. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ഇത് ഗൈസ് ആണോ ഗൈസ് ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. ഏത് ടൈപ്പ് ആൾക്കാരാണ് കാണുന്നത്, എത്ര ഏജാണ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനലിലുള്ള കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല യൂട്യൂബ് ചാനലിൽ. തീരെ യൂട്യൂബിൽ കുറേ വീഡിയോ ഇട്ടിട്ടും റീച്ച് ആവാത്തവർക്കൊക്കെ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മാതിരി തീരെ റീച്ച് ആവാത്തവർക്കൊക്കെ അതൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഗുണമായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.